ആ ആ സംഗതി നമുക്ക് നാളെയോ മറ്റന്നാളോ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചോർത്ത് നമുക്ക് നല്ല ഭയമാണ്. അതിന്റെ ആവശ്യമില്ല. ശരിക്കും നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളൊക്കെ 24 മണിക്കൂർ പ്രോഗ്രാമിലാണല്ലോ നിൽക്കണേ. നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യം മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ. ഇന്നത്തെ ഒരു ദിവസം കുടിക്കുന്നില്ല, ഇന്നത്തെ കാര്യം ഭംഗിയായി ചെയ്യുന്നു. പക്ഷേ അവിടെ ഒരു അമെൻമെന്റ് ഉള്ളത്, ഇന്നത്തെ കാര്യം തീരുമാനിക്കുന്നത് കുറെ ആലോചിച്ചിട്ടാ. അത് നാളത്തെ മറ്റന്നാളത്തെ ഒക്കെ കാര്യം ആലോചിച്ചിട്ടാ. നമ്മളുടെ ഭാവിയെക്കുറിച്ച് മുഴുവൻ ആലോചിച്ച ശേഷം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് അതിൽ നിന്ന് ഇന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇന്നത്തെ കാര്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഇന്നത്തെ കാര്യം ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷവാനാണ്. നമ്മളെ ഒരു എന്താ പറയുക, ഒരു കെട്ടിടം പണിയുമ്പോൾ 1000 ഇഷ്ടിക വെച്ചിട്ടാണ് കെട്ടിടം പണിയുന്നെങ്കിൽ നമ്മൾ 1000 ഇഷ്ടിക വെച്ചിട്ട് പണിയാൻ തീരുമാനിക്കുന്നു. നമ്മൾ ഒരു ഇഷ്ടിക വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 ഇഷ്ടിക വെച്ച് കഴിഞ്ഞാൽ ആ 10 ഇഷ്ടിക നന്നായോ എന്നുള്ളത് നമുക്ക് വിലയിരുത്താം. പക്ഷെ ആ 10 ഇഷ്ടിക വെക്കുന്നത് 1000 ഇഷ്ടിക വെക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടാണ്. വീടിന്റെ അവസാനത്തെ പ്ലാനിങ് കണ്ടിട്ടാണ് നമ്മൾ ആദ്യത്തെ ഇഷ്ടിക എടുത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ദിവസം തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മൊത്തം പ്ലാൻ ചെയ്തിട്ടാണ്. ആ പ്ലാൻ ചെയ്ത ശേഷം നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടെത്തുന്നു. ആ ഇന്നത്തെ ദിവസത്തിലെ ഉള്ള എല്ലാ പരിപാടികളും നമ്മളെ ഇന്നത്തെ ദിവസത്തിനോടൊപ്പം നിൽക്കുന്നു. നമ്മൾ ഓരോ ജോലിയും ചെയ്യുന്ന സമയത്ത് ആ ജോലിയോടൊപ്പം നമ്മളുടെ ചിന്തയും നിൽക്കുന്നു. അപ്പോഴാണ് നമ്മൾ സന്തോഷവാനാവുക. അപ്പൊ നമുക്ക് ദേഷ്യം വരില്ല, അപ്പൊ നമുക്ക് ഉത്കണ്ഠയും വരില്ല, ഭാവിയെ കുറിച്ച് ഓർത്ത് നമുക്ക് ബേജാറില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗം എന്ന് പറയുന്നത് നമുക്ക് അതിനോടൊപ്പം നമ്മളുടെ ചിന്തയും ഉണ്ടാവുക എന്നുള്ള. നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നീട് എപ്പോഴോ ആണ് നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആളുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരു ആസ്വാദനം ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. മറിച്ച് നമുക്ക് ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ സംഗതി നമുക്ക് ആസ്വദിക്കാം. അത് ആസ്വദിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്ത അതിനോടൊപ്പം ഉണ്ടായാൽ മതി. ഇപ്പൊ ഭക്ഷണം കഴിക്കണത് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് മാർഗം ഭക്ഷണം കഴിക്കുന്ന ഒപ്പം തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. ആ ഭക്ഷണത്തിനോടൊപ്പം അതിന്റെ കറിയുടെ ടേസ്റ്റും എല്ലാം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് മുഴുവൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിക്കേ. അപ്പൊ ഭക്ഷണം കഴിക്കൽ വളരെ രസകരമായ ഒരു ഏർപ്പാടായിരിക്കും. കുളിക്കണതൊന്ന് ശ്രദ്ധിച്ച് കുളിച്ചു നോക്കി, കുളി വെള്ളം ഒഴിക്കണതൊക്കെ എല്ലാം അതിന്റെ ചിന്ത, ആ കുളിക്കുന്ന സമയം മുഴുവനും ചിന്ത കുളിക്കുന്നതിലായാൽ കുളി നല്ല രസമായിരിക്കും. പക്ഷെ കുളിക്കുന്ന സമയത്ത് വേറെ എന്തോ കാര്യമാണ്, ചെയ്യാൻ പോകുന്ന കാര്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് രസം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ആ ചിന്ത അതിനോടൊപ്പമാണ്. ഈ സമയം ചിന്ത അതിനോടൊപ്പം അല്ല എങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആവുകയും ചെയ്യും. അപ്പൊ 24 മണിക്കൂർ പരിപാടി എന്ന് പറയുന്നത് 24 മണിക്കൂറല്ല, ഓരോ നിമിഷ പരിപാടികളാണ്. ആ നിമിഷം 24 മണിക്കൂറിനുള്ളിൽ ചിന്തിക്കുക. ആ 24 മണിക്കൂർ ചെയ്യുന്ന പരിപാടി അതാത് സമയങ്ങളിൽ ചെയ്യുന്ന പണി അതാത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ ചെയ്യേണ്ട പണിയാണല്ലോ, അപ്പോൾ നമ്മളത് ചെയ്താലും ചെയ്യണല്ലോ. അപ്പൊ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ചെയ്യാലോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ സന്തോഷവാനാവും. അതല്ലെങ്കിൽ നമുക്ക് ടെൻഷനാവും, ഉത്കണ്ഠയാവും, നമുക്ക് ദേഷ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊന്നുള്ളതാണ് സംശയം. എല്ലാത്തിനും സംശയം. ഭാര്യേനെ സംശയം നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചിലപ്പോൾ അതും ഉണ്ടാവാം. സംശയം തീരെയല്ല എപ്പോഴും. അതാണോ ശരി, ഇതാണോ ശരി, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, അങ്ങനെ വേണം. ഈ സംശയം ഉള്ള ഒരാളെ സംബന്ധിച്ചുള്ള അയാൾ അവസാനം ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം ചിലപ്പോൾ തെറ്റിപ്പോവും. ഇയാൾക്ക് ആകെ ടെൻഷനാവും, ഇയാൾക്ക് ദേഷ്യം വരും. അപ്പോ സംശയരഹിതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറയ്ക്കാൻ കഴിയും. അതുപോലെയുള്ള ഒരു സംഗതിയാണ് ഈ ഭയം. ഈ ഭയമാണ് ദേഷ്യത്തിലേക്ക് നയിക്കുന്ന വലിയൊരു കാര്യം. ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഭയം ഉണ്ടെങ്കിൽ, ഇപ്പൊ ചേത്താനെയോ അതല്ല ഇരുട്ടിനെയോ അതല്ല ഏതെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, എന്താ പറയാ, സാമ്പത്തിക തകരാറുകൾ സംഭവിക്കുമെന്ന് ഓർത്തിട്ടോ, അതല്ല ബിസിനസ് പൊളിയുമെന്ന് വിചാരിച്ചിട്ടോ, അതല്ലെങ്കിൽ രോഗം വരുമെന്ന് വിചാരിച്ചിട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഭയം ഉണ്ടെങ്കിൽ ആ ഭയമുള്ള ഒരാൾക്ക് ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ദേഷ്യത്തിലേക്ക് നയിക്കുന്ന എല്ലാ ഘടകങ്ങളെയും വളരെ എന്താ പറയാ, അതിനെ ഒന്ന് ശ്രദ്ധിച്ചാല്,
ഇപ്പൊ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ് കേട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അതിലൊന്ന് ശ്രദ്ധിക്കും. അത്രേ വേണ്ടൂ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് അത് വേണ്ട പോട്ടെ, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് കാട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാവുകയും ടെൻഷനായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരികയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഈ വികാരങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഈ ഘടകങ്ങളെ കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം. പിന്നെ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊരു ദേഷ്യക്കാരനാണെങ്കിൽ അതിന് സ്ഥിരം ദേഷ്യക്കാരനാണെങ്കിൽ നമ്മൾ ദേഷ്യത്തിന്റെ ഒരു കണക്കെടുപ്പ് നടത്തുക. നമ്മുടെ എന്താ പറയാ സ്വന്തമായി വിലയിരുത്തൽ തുടർന്ന് നടത്തുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്യുന്നുള്ള 10ാമത്തെ പടി ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസം ദേഷ്യം പിടിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്തിനായിരുന്നു ദേഷ്യം പിടിച്ചത്, അതിന്റെ കാരണം എന്താണ്, അതിന് കാരണക്കാരൊക്കെയാണ്, അത് എടുത്തു നോക്കുക. എന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം ദേഷ്യം പിടിച്ചു, ആ ദേഷ്യം എനിക്ക് എത്ര നേരം നീണ്ടു നിന്നു, ആ ദേഷ്യം കൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെ, ആ ദേഷ്യം കൊണ്ട് എനിക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് വിലയിരുത്തുക. അതുപോലെ തന്നെ ഈ ദേഷ്യം വന്നപ്പോൾ എൻ്റെ ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇത് എഫക്ട് ചെയ്തു. എൻ്റെ ശബ്ദം ഇടറിയോ, എൻ്റെ ശ്വാസഗതി കൂടിയോ, എൻ്റെ വേർത്തോ, അതുപോലെ തന്നെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടോ, എനിക്ക് ഭക്ഷണം കഴിക്കാതെ വന്നോ ഇരുന്നോ, അങ്ങനെ എൻ്റെ ദേഷ്യം വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, എനിക്ക് ഞാൻ ദേഷ്യം പിടിച്ചതിന് ശേഷം അതിന് എന്ത് ഗുണമാണ് ഉണ്ടായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ടാണ് രാത്രി കിടക്കുന്നതെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഇത് ദേഷ്യം പിടിക്കാതിരിക്കുക മോശമാണെന്ന് മനസ്സിലായാൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ ശ്രദ്ധിക്കാൻ നമ്മൾ പലവട്ടം ദേഷ്യം പിടിച്ചതിന് ശേഷം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഈ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ശരിയല്ല, അത് വേണ്ട, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടുന്ന് മാറുകയാണെന്ന് പറഞ്ഞ് ജസ്റ്റ് അവിടുന്ന് ഒന്ന് സ്കൂട്ട് ചെയ്യാൻ കഴിയും, ഒന്ന് മാറാൻ കഴിയും. അങ്ങനെ ഒന്ന് മാറാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ദേഷ്യം പിടിക്കുന്ന ഒഴിവാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചുകൊണ്ടുള്ള പ്രകടനം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദേഷ്യത്തിന്റെ പ്രകടനം നമുക്ക് ഒഴിവാക്കാം, ദേഷ്യം ഒഴിവാക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അപ്പൊ 1ാം ഘട്ടത്തിൽ നമ്മൾ ദേഷ്യത്തിന്റെ പ്രകടനം ഒഴിവാക്കാൻ നോക്കുക. എന്നിട്ട് ആ പ്രകടനം ഒഴിവാക്കിയിട്ട്, അപ്പൊ ദേഷ്യം എന്ന് പറഞ്ഞ സാധനം അഡ്രീനാലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് ദേഷ്യം ഉണ്ടാവുന്നത്. അത് ഭയങ്കര ഹീറ്റ് ആയിട്ടുള്ള ഹോർമോണാണ്. അത് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ചിലരുടെ ശരീരത്തിൽ 24 മണിക്കൂർ അത് നിൽക്കും. ആ ഹോർമോണാണ് ഈ ദേഷ്യത്തിന്റെ കാരണക്കാരനായുള്ള ഹോർമോൺ. അപ്പൊ ഹോർമോൺ ഏതായാലും ഉത്പാദിപ്പിച്ചു, അത് ഭയങ്കര ഹീറ്റാണ്, ശരീരം മുഴുവനും ഹീറ്റായിട്ട് ചൂടായിട്ട് നിൽക്കും. അപ്പൊ എന്ത് ചെയ്യണം, അതിനെ തണുപ്പിക്കണമെങ്കിൽ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കയ്യും മുഖവും കഴുകുക, കയ്യും കാലും ഒക്കെ കഴുകുക, അതല്ലെങ്കിൽ പോയി കുളിക്കുക, അതല്ലെങ്കിൽ മുറ്റത്തോടെ ഇറങ്ങി ഒരു ചാല് നടക്കുക, അതല്ലെങ്കിൽ മുറ്റത്തിറങ്ങി ഒരു പാട്ട് കേൾക്കുക, അതല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ വിളിക്കുക, ഒരു സ്പോൺസറെ വിളിക്കുക, മറ്റേ സന്ദർഭത്തിൽ നിന്ന് മാറുക, വേറെ ചിന്തയിലേക്ക് പോവുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഉത്പാദിപ്പിച്ച ഹോർമോണിന് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയും നമുക്ക് സ്വസ്ഥത വരികയും ചെയ്യും. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും ആ ദേഷ്യത്തെ. അതല്ലെങ്കിൽ എവിടെയെങ്കിലും 2 കൈ ചുരുട്ടി തീരെ അത് നിർവാഹമില്ല, കൈ ചുരുട്ടി 2 ഇടി എവിടെയെങ്കിലും ഇടിച്ചാൽ, തലയിണയ്ക്കോ അല്ലെങ്കിൽ ഭിത്തിക്കിട്ടോ 2 ഇടി ഇടിച്ചാൽ ഈ ദേഷ്യത്തെ റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ റിലീസ് ചെയ്യുന്ന 1, 2, 3 രംഗങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ദേഷ്യം പിടിക്കുന്നതിന് മുമ്പേ മനസ്സിലാവും. ഇത് കാർമേഘം വന്നു കഴിഞ്ഞിട്ടാണ് ഈ മഴ പെയ്യുക. അപ്പൊ ഈ ദേഷ്യം വരുന്നതിന് മുമ്പേ നമ്മുടെ ശരീരത്തിന് മനസ്സിലാക്കാൻ കഴിയും, ഈ ശ്വാസഗതി ഇങ്ങനെ കൂടും, അതെങ്ങനെ ഹീറ്റ് ഇങ്ങനെ വർദ്ധിക്കും, നമ്മളിങ്ങനെ അസ്വസ്ഥനാവുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് ആ ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് നമുക്ക് അവിടുന്ന് സ്ഥലം മാറാൻ കഴിയും. അതിന്റെ പ്രകടനം മൊത്തം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ദേഷ്യം പ്രകടിപ്പിച്ചിട്ട് ഇതുവരെ ആരും കേട്ടിട്ടില്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല, ആരും നന്നായിട്ടുമില്ല. ദേഷ്യം പ്രകടിപ്പിച്ച് എന്ത് സാധനം മറ്റൊരാളോട് പറഞ്ഞിട്ട് ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് ദേഷ്യപ്രകടനം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിലയിരുത്തലിൽ നമുക്ക് മനസ്സിലാവും. ദേഷ്യം പിടിച്ചോണ്ട് എന്തോ ഗുണം ഉണ്ടാകും, ഒരു ഗുണം ഉണ്ടായിട്ടില്ല നമുക്ക് മനസ്സിലാവും, ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അത് വലിയ നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. ഇനി അത് പിന്നെ മറ്റൊന്നുള്ളത്, ചില സന്ദർഭങ്ങളിൽ നമുക്ക് മുൻകരുതലുകൾ എടുത്ത് പോകേണ്ടതുണ്ട്. ഇപ്പൊ വീട്ടിലാണ് ചെന്നിട്ട് ദേഷ്യം പിടിക്കുന്നെങ്കിൽ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ ആ ഒരു മിനിറ്റ് നേരം നിന്ന് ഒന്ന് മൗനമായി നിന്നിട്ട് ഞാൻ എന്ത് വന്നാലും ദേഷ്യം പിടിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഷുവർ ആണെന്ന് ദേഷ്യം പിടിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു മുൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ചിലപ്പോൾ ദേഷ്യം വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടാവില്ല.
നമ്മളൊരു ഓഫീസിൽ ചെന്ന് ഒരു മീറ്റിംഗ്, വലിയ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ദേഷ്യം വരില്ല. കാരണം ഞാൻ അവിടെ ദേഷ്യം പിടിക്കാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അതുകൊണ്ട് എന്നെ ചിലപ്പോൾ ജോലി തെറിപ്പിക്കുന്നുള്ളതുകൊണ്ട് നമ്മളവിടെ പോയി ദേഷ്യം പിടിക്കാൻ പോകാറില്ല. കാരണം നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, എന്ത് തന്നെ വന്നാലും കേട്ടുപോരുക എന്നുള്ളത്. അപ്പൊ ആ എന്ത് തന്നെ വന്നാലും കേട്ടുപോരുക എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ദേഷ്യം പിടിക്കാൻ കഴിയില്ല. അതിന് പല ആൾക്കാരും പല തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ വീടിന്റെ മുറ്റത്ത് ഒരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പാടെ ആ മണി ഒന്ന് അടിച്ചിട്ട് അങ്ങോട്ട് കയറുക. മണി അടിക്കുമ്പോൾ മൂപ്പരുടെ മനസ്സിലേക്ക് ഓടി വരും, ഞാൻ ഇന്ന് ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നുള്ളത്. ചെരുപ്പഴിച്ചിടുമ്പോൾ ചില ആൾക്കാർ ഒന്ന് ആ ചെരുപ്പഴിച്ചിടുന്നതും ദേഷ്യത്തെ കുറിച്ചുള്ള ചിന്തയെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെരുപ്പഴിച്ചിടുന്ന സമയത്ത് ഇയാൾക്ക് ഓർമ്മ വരും, ഞാൻ ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഒരു മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കുന്ന കാര്യമൊക്കെ കുറച്ചൊന്നും കൂടെ ഒഴിവാക്കി വെക്കാൻ പറ്റും. ഏതായാലും ഞാൻ നിർത്തുകയാണ്, സമയമായി എന്നുള്ളത് പറഞ്ഞുകൊണ്ട്. ഈ എല്ലാ വികാര പ്രകടനങ്ങളും, ഈ മോശപ്പെട്ട, അതായത് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളൊക്കെ ആവശ്യമുള്ളതാണ്. ദേഷ്യം നല്ലതാണ്. ശരിയായ സമയത്ത് ശരിയായ ആളോട് ശരിയായ എന്താ പറയാ, ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ അളവില് ശരിയായ ആളോട് ഒക്കെയാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ നല്ലതാ ദേഷ്യം. ശരിയായ ആളോടായിരിക്കണം പ്രകടിപ്പിക്കേണ്ടത്, ശരിയായ സമയത്തായിരിക്കണം പ്രകടിപ്പിക്കേണ്ടത്, ശരിയായ അളവിലായിരിക്കണം പ്രകടിപ്പിക്കേണ്ടത്, ശരിയായ രീതിയിലായിരിക്കണം പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ദേഷ്യം നല്ലതാണ്, റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്, ആവശ്യമുള്ളതാണ് ദേഷ്യം. പക്ഷേ ദേഷ്യം കൂടിയാലാണ് കുഴപ്പം. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ കഴിയും, പക്ഷെ അതിനെക്കുറിച്ച് ഒരു കരുതലുണ്ടായാൽ മതി. തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്തിനാണ് നമ്മൾ എന്തിനാണ് നിയന്ത്രിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും വേണ്ടിയല്ല, അത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ മദ്യപാനത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ സുബോധത്തെ തകരാറിലാക്കും, നമ്മുടെ പ്രഫോണ്ടൽ ഏരിയയെ ഈ വൈകാരിക മനസ്സ് കയറി ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വൈകാരിക മനസ്സാണ് പ്രവർത്തിക്കുക. വൈകാരിക മനസ്സിന്റെ പ്രവർത്തനം വളരെ പെട്ടെന്നാണ്. അപ്പോൾ ഒരു പെഗ് എടുത്ത് കുടിക്കാൻ അവൈലബിൾ ആണെങ്കിൽ എടുത്ത് കുടിക്കും, ഈ വല്ലാത്ത വികാരഭരിതനായി നിൽക്കുന്ന സമയത്ത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ സാധനം ഉണ്ടാവുകയും നമ്മൾ വികാരത്തിലാവുകയും ചെയ്ത് കഴിഞ്ഞാൽ മദ്യപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് സാധ്യവുമാണ്. തീർച്ചയായിട്ടും നമുക്കത് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.